അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനത്തോടുകൂടി ഇനി അതിദാരിദ്ര്യരേ ഇല്ല ഇവിടെ എന്നുള്ള സന്തോഷം. അങ്ങനെ ദാരിദ്ര്യമില്ലാത്തൊരു കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഞാനടക്കമുള്ള സാധാരണക്കാരൻ ദാരിദ്ര്യത്തിൽ കഴിയുന്നതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. കാരണം അത്രത്തോളം ഗതികേടിൽ ജീവിക്കുന്ന നിരവധി പേരുള്ള നാട്ടിലാണ് കേരളം എന്ന് പറയപ്പെടുന്ന കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇല്ലാതെ ഇന്നലത്തെ ഈ മഹാന്മാരെല്ലാവരും കൂടി ഒരു പ്രഖ്യാപനം നടത്തിയാൽ തീരുന്നതല്ല ഇവിടുത്തെ വിശപ്പും പട്ടിണിയും എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനം എന്ന കേരളത്തിൻ്റെ പ്രഖ്യാപന ചടങ്ങിൽ സൂപ്പർ താരങ്ങളെയൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ലാലും കമലഹാസനൊന്നും എത്തിയില്ലെങ്കിൽ കൂടി അവർ മാറിയെന്നെങ്കിലും മമ്മൂട്ടി ഉണ്ടായിരുന്നു. മതിയല്ലോ. മമ്മൂട്ടി അങ്ങനെ വരുന്നതിലും തെറ്റില്ല. അദ്ദേഹത്തിന് ഓരോരുത്തരുടെ ന്യായീകരണങ്ങളുണ്ടായി. പക്ഷേ ഇത്രയും വനിതാ ശാക്തീകരണമൊക്കെ പറയുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം നടന്ന കേരളത്തിൽ ഇവിടെ ദാരിദ്ര്യമില്ല, അതിദാരിദ്ര്യമില്ല എന്ന് പറയാൻ അത്തരത്തിലൊരു സൂപ്പർ സ്റ്റാർ വനിതയെ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നത് മലയാളത്തിൽ നടിമാർക്ക് ദാരിദ്ര്യം ഉണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ദാരിദ്ര്യം, നാട്ടിലെ ദാരിദ്ര്യമൊക്കെ മാറിയെങ്കിലും നടിമാർക്ക് ദാരിദ്ര്യമുണ്ടോ? നാട്ടിൽ അതിദാരിദ്ര്യമല്ല, ദാരിദ്ര്യ ജനതയാണുള്ളത് എന്ന് മനസ്സിലാക്കുക എൻ്റെ രാജാവ് പിണറായി. വല്ലാത്ത ഗതികേടിലാണ് ജനം മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാരന് കഴിയാത്തിടത്താണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. സ്ത്രീ ശാക്തീകരണം നടന്ന നാട്, ആ കേരളത്തിൽ അതിദാരിദ്ര്യമെന്ന് പറയാൻ ഒരു സൂപ്പർ സ്ത്രീ ഇല്ലാതാകുന്നു. പകരം സൂപ്പർ താരങ്ങളെ കൊണ്ടുവച്ച് ഇവിടെ അതിദാരിദ്ര്യമില്ല എന്ന് പറയപ്പെടുന്നു. ഞാനതുകൊണ്ട് പറയുകയാണ്, ദാരിദ്ര്യ ജനതയാണുള്ളത്. കഴിഞ്ഞ ദിവസം ജോയ് മാത്യു എന്ന് പറയുന്ന സിനിമാ നടനും പറഞ്ഞത് അത് തന്നെയാണ്. ഇവിടെ അതിദാരിദ്ര്യം പറഞ്ഞ് മുന്നോട്ട് പോകരുത്, സ്ത്രീ ശാക്തീകരണം പറയുന്ന നാട്ടിൽ വനിതകളെ കൊണ്ട് നിങ്ങൾ അതിദാരിദ്ര്യമില്ലാത്ത നാട് എന്ന് പറയുന്നതാണ്. നടിമാർക്ക് പഞ്ഞമില്ലാത്ത നാടാണല്ലോ. നടിമാരെ കൊണ്ട് മുട്ടി നടക്കാൻ വയ്യാത്ത നാട്. എന്നിട്ട് പോലും ഒരു നടിയെ വിളിച്ച് അത് പറയിപ്പിക്കാൻ കഴിയാത്ത വണ്ണം നമ്മുടെ സർക്കാർ അധപ്പതിച്ചിരിക്കുന്നു. കമലഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ ഇവരെല്ലാവരും സൂപ്പറാണ്, സൂപ്പർ സ്റ്റാറാണ്, അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളാണ്, ഇല്ലയെന്ന് പറയാം. എന്നിട്ടും സ്ത്രീ ശാക്തീകരണം നടന്ന ഈ നാട്ടിൽ അതിദാരിദ്ര്യമില്ല എന്ന് പറയാൻ കേരളത്തിൽ ഒരു നടി ഇല്ലാതായി പോയതിനെ ചിലപ്പോൾ കുത്തിപ്പറയേണ്ടി വരും. അതായിക്കോട്ടെ, അതിനെക്കുറിച്ച് ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. കാരണം ഇവിടെ ഉള്ളത് ദാരിദ്ര്യത്തിൽപ്പെട്ട ജനതയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞാനടക്കമുള്ള സാധാരണക്കാരൻ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ്. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ കഴിയാതെ അതിദാരിദ്ര്യ മേഖലയായിട്ട് ഇവിടെ പ്രഖ്യാപിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വപ്ന ലോകത്താണ് മുതലാളി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിദാരിദ്ര്യമില്ലാത്ത നാട് എന്ന് പറഞ്ഞൊരു നുണപ്രഖ്യാപനം നടക്കുന്നു. എന്തിനാണ് ഇത് നടത്തിയത്? കഴിഞ്ഞ ദിവസം നടത്തിയ ആ പ്രഖ്യാപനത്തിൽ തന്നെ ചിലവായി ഒരു 1.5 കോടി രൂപ. കോടികൾ പൊടിക്കുവാൻ ഇങ്ങനെ പലതരത്തിലുള്ള മാമാങ്കങ്ങൾ. ആഗോള അയ്യപ്പ സംഗമം നടത്തി 9.5 കോടി രൂപ ചിലവാക്കി. കഴിഞ്ഞ ദിവസത്തെ അതിദാരിദ്ര്യ മുക്ത കേരളം, അതിൻ്റെ പ്രഖ്യാപനത്തിന് 1.5 കോടിയിലധികം രൂപ ചിലവഴിച്ചു. ലാലിസം നടത്തി 4 കോടിയോളം രൂപ ചിലവഴിച്ചു. ഇങ്ങനെ കോടികൾ പൊടിക്കുവാൻ ഓരോരോ വഴികൾ കണ്ടെത്തുന്നു എന്ന് മാത്രം. റോഡിൽ കിടക്കുന്ന, അലഞ്ഞു നടക്കുന്ന, പട്ടിണിക്കാരായിട്ടുള്ള, പാവങ്ങളായിട്ടുള്ള സാധാരണക്കാരായ ജനങ്ങളെ കാണാൻ കഴിയാത്ത നിങ്ങളൊക്കെയാണോ ഈ നാട് ഭരിക്കുന്നത്? അങ്ങനെ നിങ്ങൾ ഭരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കണ്ണില്ലാതായി പോകുന്നത്. നിങ്ങളുടെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചിരിക്കുന്നത്. ആ തിമിരം ബാധിച്ച കണ്ണുകൊണ്ട് നിങ്ങൾ നോക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ അതിദാരിദ്ര്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയത്. നിങ്ങളെപ്പോലുള്ള സഖാക്കന്മാരിന്ന് സുഖശീതളമേലാണ് സഖാവ് പിണറായി വിജയൻ. നിങ്ങളും നിങ്ങളുടെ കരുത്തുറ്റ പ്രസ്ഥാനവും ഇന്ന് ശീതീകരിച്ച മുറിയിൽ നിന്ന് പുറത്തിറങ്ങാത്തത് കൊണ്ടാണ് നാടിൻ്റെ ഗതികേട് എന്താണെന്ന് മനസ്സിലാക്കാത്തത്. ഒരു നേരത്തെ അന്നത്തിനല്ല, പല ദിവസത്തിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പല കോണുകളിലുള്ള ലക്ഷങ്ങളുണ്ട്, ആയിരങ്ങളുണ്ട്. അവരെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല.
ശിശുമരണ നിരക്ക് കൂടുന്ന കേരളത്തിൽ ആരോഗ്യ മേഖല എത്രത്തോളം തരം താണു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ദിനം നമ്മൾ ഈ നഗരത്തിൽ കാണുന്ന കാഴ്ചകളൊന്നുമല്ല മുതലാളി, അതാദ്യം മനസ്സിലാക്കുക. ഗ്രാമാന്തരങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലേണ്ടിയിരിക്കുന്നു. ആ ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ കടന്നുപോയിട്ട് അതിസമ്പന്നരെ നിങ്ങൾ മാറ്റി നിർത്തൂ, സമ്പന്നരെ മാറ്റി നിർത്തൂ. അവിടെ ഈ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന അനേകായിരം പേരുണ്ട്. അവരെ തിരിച്ചറിയൂ. വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, വിദ്യാഭ്യാസ ശാലകളിലേക്ക് പോകാൻ കഴിയാതായി പോകുന്ന നിരവധി നിരപരാധികളായിട്ടുള്ള കുട്ടികളുണ്ട്. അവരെ കാണുന്നുണ്ടോ? നിങ്ങൾ ഈ കണക്കുകളൊക്കെ എവിടെ നിന്നാണ് പൊക്കിയെടുത്തതെന്ന് അറിയില്ല. 5 ലക്ഷത്തിലധികം ഉണ്ടായിരുന്ന അതിദാരിദ്ര്യർ പെട്ടെന്ന് 64,000-ലേക്ക് എത്തപ്പെടുന്നു. ഈ കണക്കുകളൊക്കെ എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് പറയും. നിങ്ങൾ ദാരിദ്ര്യവാസികളെ കണ്ടോ? ദാരിദ്ര്യത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നവരെ കണ്ടോ? ഇല്ല. നിങ്ങളീ പറഞ്ഞേക്കുന്ന ഈ പാണന്മാരുമുണ്ടല്ലോ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാകുന്നവർ, അവർക്ക് വേറെ ജോലിയില്ല. ഇങ്ങനെ ഇറങ്ങുക, അവർക്ക് കാണുന്ന സ്ഥലങ്ങളിലെത്തുക, അവരൊരു കണക്ക് കൊണ്ടുവരും. ആ കണക്കിൻ പ്രകാരം, അല്ലെങ്കിൽ നിങ്ങളുടെ AKG സെൻറ്ററിൽ വെച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കണക്കിൻ പ്രകാരം ദാരിദ്ര്യമില്ലാത്ത കേരളമാക്കി മാറ്റാനും കഴിയും. ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും ഒക്കെയാണ് ഇവിടെ പ്രത്യേക അതിഥികളായിട്ടൊക്കെ ക്ഷണിച്ചിരുന്നത്. കമലഹാസൻ ചെന്നൈയിലും മോഹൻലാൽ ദുബായിലും മറ്റു ചില പരിപാടികളായതുകൊണ്ട് വന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. വൈകിട്ട് നടന്ന ചടങ്ങിൽ പക്ഷേ മമ്മൂട്ടി കൃത്യമായിട്ടും പങ്കെടുത്തു. ഈ അതിദാരിദ്ര്യ പരിപാടിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 1.5 കോടി രൂപ ചിലവഴിച്ചാണ് ഈ പരിപാടി പ്രഖ്യാപനം നടത്തിയത്. അതിദാരിദ്ര്യവാസികളായിട്ടുള്ളവർക്ക് സുരക്ഷിത വാസസ്ഥലമൊരുക്കാൻ 52.80 കോടി രൂപയിൽ നിന്നാണ് ഈ 1.5 കോടി രൂപ കണ്ടെത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? 2021 രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനമാണ് ഇതാ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 3 ഘട്ടങ്ങളിലായിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ സത്യത്തിൽ ദരിദ്രർ വിചാരിച്ചത്, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ അതിദരിദ്രർ എന്ന് പറയപ്പെടുന്നവർ ഇനി ഉണ്ടാകില്ലേ എന്ന് ചിന്തിച്ചു കാണും. പക്ഷേ ആ ദാരിദ്ര്യ രേഖയിൽ കഴിയുന്ന ആൾക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഗതികേട് എന്താണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതിദാരിദ്രർ വീണ്ടും അതിദാരിദ്ര്യത്തിലേക്ക് തന്നെ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവർക്കിനി പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തില്ലേ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 52.81 കോടി രൂപ ഈ പാവങ്ങൾക്ക് തലചായ്ക്കാൻ ഒരിടം എന്നുള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന പദ്ധതിയിൽ നിന്ന് 1.5 കോടി രൂപ അതിൽ നിന്ന് വലിച്ചാണ് ഈ പദ്ധതി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അത്രയ്ക്കും ഗതികെട്ട ഒരു സംസ്ഥാനമാണ്. അങ്ങനെ ചെലവഴിക്കാൻ 1.5 കോടി രൂപ വേറെ അധികമില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എന്തു ആയിക്കൊള്ളട്ടെ. പക്ഷേ കഴിഞ്ഞ 2 ടേം, അതായത് 9.5 വർഷത്തിനധികമായിട്ട് ഈ സർക്കാർ ഭരണം നടത്തുന്നുണ്ട്. ആ ഭരണത്തിൽ ജനങ്ങൾ അതിദാരിദ്ര്യ അവസ്ഥയിൽ നിന്ന് മാറി എന്നുള്ളത് 2021 പ്രഖ്യാപനം, അതായത് അതിദാരിദ്ര്യ മുക്ത കേരളമാക്കുമെന്നുള്ള പ്രഖ്യാപനം, അത് 2025 അവർ നടപ്പിലാക്കിയിരിക്കുന്നു. പക്ഷേ 2025 നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, ഈ പറയുന്ന അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമാണ് കേരളമെന്ന് തോന്നുന്നുണ്ടോ എന്ന്? ഞാനിപ്പോൾ ആ ഒരു ഇവരുടെ ഈ കള്ളത്തരം അല്ലെങ്കിൽ ഈ നുണപ്രഖ്യാപനം എന്തുകൊണ്ട് നടത്തിയെന്നുള്ളതാണ്. എല്ലാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഇങ്ങനെ എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു സർക്കാർ അധപ്പതിക്കുക എന്ന് വെച്ചാൽ അതിനർത്ഥം ആ സർക്കാരിന് ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നുള്ളതാണ്. 2016-2021 കാലഘട്ടത്തിൽ 1-ാം പിണറായി മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ ഒരിക്കലും പിണറായി പോലും കരുതി കാണില്ല രണ്ടാമതൊരു വട്ടം കൂടി ഇവിടെ വിജയിച്ചു കയറുമെന്ന്. എന്നാൽ രണ്ടാമതൊരു വട്ടം കൂടി വിജയിക്കുവാനുള്ള സാധ്യത ഉണ്ടാക്കിക്കൊടുത്തത് CPM-ന്റെ മഹത്വം കൊണ്ടല്ല എന്നുള്ളത് CPM-ന് തന്നെ അറിയാം. പക്ഷേ
അത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായിരുന്നു. കൊറോണ കാലത്തെ ഇത്രത്തോളം ഉപയോഗപ്പെടുത്തിയ മറ്റൊരു സർക്കാർ ഉണ്ടായിരിക്കില്ല. കൊറോണ കാലത്തെ ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച മറ്റൊരു സർക്കാർ ഉണ്ടായിരിക്കില്ല. ജനങ്ങൾ ജീവന് വേണ്ടി പിടയുമ്പോഴും അതിൽ രാഷ്ട്രീയം കുത്തിത്തിരിക്കുവാൻ ശ്രമിച്ച മറ്റൊരു സർക്കാർ ഉണ്ടാകില്ല. അങ്ങനെ പല അർത്ഥത്തിലും ഈ കൊറോണ കാലത്തെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വസൂലാക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ കിറ്റ് നൽകി പാവങ്ങളുടെ വോട്ട് നേടാൻ കഴിഞ്ഞു എന്നുള്ളൊരു പ്രത്യേകത ആ പാർട്ടിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തപ്പെടുമ്പോൾ കാരണങ്ങളിലൊന്ന് എന്ന് പറയപ്പെടുന്നത് ഈ കിറ്റ് തന്നെയായിരുന്നു. രണ്ടാമതൊരു കാരണം എന്ന് പറയപ്പെടുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിൻ്റെ മേന്മ കൊണ്ടല്ല, പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിയുടെ കോട്ടം കൊണ്ടാണ് വീണ്ടും ഇവർ അധികാരത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. പക്ഷെ രണ്ടാമതൊരു അധികാരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അവർക്ക് പിന്നെ പ്രതീക്ഷയായി ഇനി മൂന്നാമതൊരു വട്ടം കൂടി വന്നാൽ എന്തായാലും, അല്ലെങ്കിൽ പഴയ ബംഗാളിനെ കുറിച്ച് ആലോചിച്ച് പോയി കാണും, ബുദ്ധദേവ് ഭട്ടാചാര്യയെക്കുറിച്ച് ആലോചിച്ച് പോയി കാണും. അവരൊക്കെ ഈ പറഞ്ഞ പോലെ 5-6 ടേം മുഖ്യമന്ത്രിയായിട്ട് ബംഗാളിലിരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനം നടത്തുന്നത് തന്നെ പ്രഹസനമാണ്, തട്ടിപ്പാണ്, കളവാണ്, നുണയാണ് എന്ന് ജനത്തിനറിയാം. കാരണം ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് 10,000 കോടി രൂപ ചിലവഴിച്ച് നടത്തേണ്ട പല പ്രഖ്യാപനങ്ങളും ഒരു ബഡ്ജറ്റിൽ എന്ന പോലെ, ഒരു ഇടക്കാല ബഡ്ജറ്റിലാണെങ്കിലും ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് പോലെ ജനപ്രിയ ബഡ്ജറ്റാക്കി അവതരിപ്പിക്കുവാൻ മന്ത്രിസഭാ യോഗ തീരുമാനമാക്കി മാറ്റി അവർക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതും ജനങ്ങളെ കുപ്പിയിലിറക്കുവാനുള്ള ഒരു ഭാഗമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്ന് വരെ പ്രഖ്യാപിക്കാതിരുന്ന പലതും 265 ദിവസം ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടന്ന് രാവും പകലും മഴയും വെയിലും ഒക്കെ കൊണ്ട് പാവപ്പെട്ട ആശമാർ സമരം ചെയ്തപ്പോൾ അവരെ നോക്കാതെ പോയ സർക്കാർ 1000 രൂപ പിച്ചക്കാശായി നൽകിയതിപ്പോൾ 400 രൂപയുടെ വർധനവ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് 2000 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും അതുതന്നെയാണ്. സർക്കാർ ജീവനക്കാർക്കുള്ള 4% DA കുടിശ്ശിക അടക്കം കൊടുക്കാമെന്നുള്ള വാഗ്ദാനം നൽകിയതും ഇപ്പോഴാണ്. പക്ഷെ 6 DA കുടിശ്ശിക കിടക്കുമ്പോഴാണ് ഇത് എന്നുള്ളത് മറന്നു പോകരുത്. അങ്ങനെ പല പ്രഖ്യാപനങ്ങൾ ജനപ്രിയമാക്കി നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണ്. 3 മാസവും കൂടെ കഴിയുമ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരും. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുവാൻ 4.5 വർഷത്തിലൊരിക്കലെടുക്കുന്ന ഒരു പ്രത്യേകതരം, നമ്മൾ പറയാമല്ലോ, ഈ കുറിഞ്ഞിപ്പൂ പൂക്കും പോലെ പൂത്തുവരുന്ന ഒരു സംഭവമാണ് ഈ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത്. വിജയൻ്റെ പ്രഖ്യാപനങ്ങളും ഈ നുണപ്രഖ്യാപനങ്ങളും ഒക്കെ അത്രേ തന്നെ ഉള്ളൂ. അതിനെ അങ്ങനെ തന്നെയാണ് കരുതേണ്ടതും. അതിദാരിദ്ര്യമൊന്നും ഇവിടെ ഇല്ലാതായിട്ടില്ല, ദാരിദ്ര്യവും ഇല്ലാതായിട്ടില്ല. കേരളമെന്നും ഇപ്പോഴും ദാരിദ്ര്യാവസ്ഥയിൽ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങൾ ഇവരെ പിടിച്ചു മുന്നിലേക്ക് കൊണ്ടുവരൂ. ഒരാൾ പോലും ഇല്ലാത്ത, നിങ്ങൾ പറയുന്ന പോലെ വിശന്നിരിക്കാത്ത കേരളം. എവിടെയാണ് വിശന്നിരിക്കാത്ത കേരളം ഉള്ളത്? വിശന്നിരിക്കുന്ന അനവധി പേരുണ്ട്. ഞാൻ പറയട്ടെ, എല്ലാ DYFI പോലുള്ള സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് പോലുള്ള യുവമോർച്ച പോലുള്ള സംഘടനകൾ പലയിടത്തും പല ആശുപത്രി പരിസരങ്ങളിലുമൊക്കെ ഉച്ച സമയത്തൊക്കെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇങ്ങനെയൊന്നും അല്ലാതെ കഴിയുന്ന പാവപ്പെട്ട ദരിദ്രവാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ കണ്ടെത്തി അവരെ കൂടെ നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മാത്രമേ കേരളം അതിദാരിദ്ര്യത്തിലും ദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഒരു പ്രഖ്യാപനം കൊണ്ട് തീരുന്നതല്ല പട്ടിണിയും നിലവിളിയും വിശപ്പും എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.